ലീഗ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ പരിഹസിച്ച് ഗുരുവായൂർ MLA അക്ബർ. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, നമ്മുടെ ഗ്രീഷ്മയുടെ കഷായത്തിനേക്കാളും പെശകുള്ളതാണ് ജമാഅത്തിന്റെ കഷായം. ആ കഷായം കുടിച്ച് മുസ്ലിം ലീഗ് വഫാത്തായാൽ നിങ്ങൾക്ക് തലക്കീൻ ഓതാൻ പോലും ഒരാളെ കിട്ടൂല. കാരണം ജമാഅത്ത് തലക്കീൻ ഓതിനെ അംഗീകരിക്കണില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് താരം കെയ്ഫിനെ വെടിവെച്ചിട്ടത്. അതിന് ഗുഡ് സർട്ടിഫിക്കറ്റും ബഹുമാന്യനായ ജഡ്ജി കഷായം ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിക്കുമ്പോ കേരളത്തിന്റെ പോലീസിന്റെ മികവിന് അവാർഡ് കൊടുത്തു. ആ ഗവൺമെന്റിനെ, ആ പോലീസിനെ മോശക്കാരനുമായി ചിത്രീകരിക്കുന്നത് BJP ലീഗ് അന്തർധാരയുടെ ഭാഗമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും മികച്ച ഗാന്ധിയുടെ അനുയായിയായി അംഗീകരിക്കുന്നു. കാരണം മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണം, നിസ്സഹകരണ സമരം ഇതൊക്കെ നടത്തിയ ആളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ആ ആഘോഷ ചടങ്ങ് മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തിയിട്ടാണ് സമരം നടത്തിയതെങ്കിൽ KPCCയുടെ ആ യോഗം ബഹിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബഹിഷ്കരണ സമരം നടത്തിയത് എന്ന് നമ്മൾ കാണും. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചന്ദ്രിക പത്രം, അതിന് CP സെയ്തലി എഴുതിയൊരു ലേഖനുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ്. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് അംഗം അതൊന്ന് വായിക്കണം. ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞു, ഞാൻ വലത് കൈയും പിടിച്ചിട്ടാണ് പാലക്കാട്ടിലെ MLA കൊണ്ടുവന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ രാഹുലും ഇടത് കൈയിൽ SDPI SDPI പ്രകടനം നടത്തിയപ്പോ കോൺഗ്രസ് ആകെ സന്തോഷിച്ചപ്പോ എന്റെ നാട്ടിലൊരു കുടുംബം കരഞ്ഞു സാർ. അത് പുന്നയിലെ പുന്ന നൌഷാദ് എന്ന് പറയുന്ന SDPIക്കാരാൽ അരുങ്കൊല ചെയ്യപ്പെട്ട കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റിന്റെ കൊച്ചു മകനും മകളും സ്വന്തം ഭാര്യയുമായി. അതുകൊണ്ട് ഈ വിജയം പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയവർക്കുള്ള ഒരു അവാർഡ് പോലെ ആയിപ്പോയി എന്ന കാര്യം ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും മികച്ച ഗാന്ധിയുടെ അനുയായിയായി അംഗീകരിക്കുന്നു. കാരണം മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണം, നിസ്സഹകരണ സമരം ഇതൊക്കെ നടത്തിയ ആളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ആ ആഘോഷ ചടങ്ങ് മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തിയിട്ടാണ് സമരം നടത്തിയതെങ്കിൽ KPCCയുടെ ആ യോഗം ബഹിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബഹിഷ്കരണ സമരം നടത്തിയത് എന്ന് നമ്മൾ കാണും. സാർ, 2021 മാർച്ച് മാസത്തിൽ കാസർഗോഡ് നിന്നൊരു ജാഥ തുടങ്ങി. 4 കൊല്ലം മുമ്പ് ആ ജാഥ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ NA നെല്ലിക്കുന്നാണ്. ഒരു അമ്മയുടെ ജാഥയാണ്. വാളയാറിലെ അമ്മ. നീതിക്ക് വേണ്ടിയായിരുന്നു ആ അമ്മയുടെ ജാഥ. പിന്നെ ആ അമ്മയെ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചു. മൂല്യബോധമുള്ള ജമാഅത്തെ ഇസ്ലാമിയും കൂടി പിന്തുണച്ചു. ഇപ്പൊ അമ്മ ആരാണെന്നാണ് CBI പറഞ്ഞത്? രാക്ഷസി എന്നാണ്. ആ അമ്മയെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ നെല്ലിക്കുന്ന് ബോംബെ ചെന്നപ്പോ ക്രിമിനലുകളൊക്കെ അവിടെ ഇല്ലാത്രേ. ക്രിമിനലൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? നെല്ലിക്കുന്നിന് ഉൾപ്പെടെയുള്ള 140 മണ്ഡലങ്ങളിൽ അവര് സ്വീകരണം കൊടുത്ത ജാഥയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കണം, നെല്ലിക്കുന്ന് ബോംബെയിലെ BJP ഗവൺമെന്റിന്റെ ക്രമസമാധാനത്തിന് ഗുഡ് ലിസ്റ്റും. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് താരം കെയ്ഫിനെ വെടിവെച്ചിട്ടത്. അതിന് ഗുഡ് സർട്ടിഫിക്കറ്റും ബഹുമാന്യനായ ജഡ്ജി കഷായം ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിക്കുമ്പോ കേരളത്തിന്റെ പോലീസിന്റെ മികവിന് അവാർഡ് കൊടുത്തു. ആ ഗവൺമെന്റിനെ, ആ പോലീസിനെ മോശക്കാരനുമായി ചിത്രീകരിക്കുന്നത് BJP ലീഗ് അന്തർധാരയുടെ ഭാഗമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. സാർ, KPCC ഒരു കൊല്ലത്തിന് ശേഷം രാഷ്ട്രീയ കമ്മിറ്റി ചേർന്നപ്പോ KPCC പ്രസിഡന്റ് മാറണമെന്ന് ചിലർ, പ്രതിപക്ഷ നേതാവ് മാറണമെന്ന് മറ്റൊരു ചിലർ, രണ്ടു കൂട്ടർ മാറിയില്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് ദീപാദാസ് മുൻഷി. നോക്ക്,
നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു സ്ഥിതി നോക്ക് സാർ. KPCCയിൽ എന്തായാലും അടുത്തൊന്നും ധാരണയാകില്ലെന്ന് ഉറപ്പായി. എന്തായാലും സമുദായ സംഘടനാ ബലത്തിൽ ചെന്നിത്തലയും ഒരു ബലവും ഇല്ലാത്തതാണ് എന്റെ ബലം എന്ന മട്ടിൽ VD സതീശനും അരങ്ങിൽ ആടുകയും അണിയറയിൽ ചാടുകയും ചെയ്യുന്നുണ്ട് സാർ. എന്തായാലും അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കസേര സ്വന്തമാക്കാൻ സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ കിട്ടാൻ വേണ്ടി നടന്നതുപോലെ രണ്ടു കൂട്ടരും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സാർ, പ്രിയപ്പെട്ട മണ്ണാർക്കാട് അംഗം ഇന്നലെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വെള്ള പൂശിക്കൊണ്ട് സംസാരിച്ചു. സാർ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചന്ദ്രിക പത്രം അതിന് CP സെയ്തലി എഴുതിയൊരു ലേഖനുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ്. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് അംഗം അതൊന്ന് വായിക്കണം. ഇവിടെ നമ്മുടെ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ കൈ വെട്ടിയപ്പോ NDF ക്രിമിനലുകൾക്കെതിരായി മുസ്ലിം ലീഗ് ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗം വിളിച്ചു ചേർത്തത് കോട്ടക്കലാണ്. രണ്ടു കൂട്ടർ ആ സ്ഥലത്തേക്ക് യോഗത്തിൽ വിളിച്ചില്ല മജീദ് സാഹിബ്. അതൊന്ന് ജമാഅത്തെ ഇസ്ലാമിയും മറ്റൊന്ന് NDF-ഉമാണ്. ഇതിൽ പ്രതിഷേധിച്ച് ജമാഅത്തെ ഇസ്ലാമി ഒരു ലേഖനം എഴുതാൻ വേണ്ടി ചുമതലപ്പെടുത്തി. അത് നിങ്ങളുടെ ഇന്നത്തെ അമീർ ദാവൂദിനെയാണ്. ആ അമീർ എഴുതിയ ലേഖനം എങ്ങനെയാണെന്നറിയോ? തീവ്രവാദത്തിനെതിരെ കോട്ടക്കൽ കഷായം. ആ കോട്ടക്കൽ കഷായവും സെയ്തലവിയുടെ നെയ്യും ഇത് രണ്ടും കൂട്ടിക്കലർത്തിയാണ് ഇപ്പോൾ ലീഗ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, നമ്മുടെ ഗ്രീഷ്മയുടെ കഷായത്തിനേക്കാളും പെശകുള്ളതാണ് ജമാഅത്തിന്റെ കഷായം. ആ കഷായം കുടിച്ച് മുസ്ലിം ലീഗ് വഫാത്തായാൽ നിങ്ങൾക്ക് തലക്കീൻ ഓതാൻ പോലും ഒരു